ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇന്ന് KPI ഗ്രീൻ എനർജി 2% ഇടിഞ്ഞ് 908 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 54.91, ഡിവിഡൻഡ് ഈൽഡ് 0.02%. 52 വീക്ക് ഹൈ 1118, 52 വീക്ക് ലോ 285. KPI ഗ്രീൻ എനർജി കഴിഞ്ഞ 6 മാസം കൊണ്ട് 2% റിട്ടേൺ ആണ് നൽകിയത്. ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 190%-നടുത്ത് റിട്ടേൺ നൽകിയിരുന്നു. KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സൺഡ്രോപ്പ് എനർജി എന്ന കമ്പനിക്ക് 13.30 മെഗാവാട്ട് ശേഷിയുള്ള 2 സോളാർ പ്രോജക്റ്റുകൾ ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ സ്കീം വഴി ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. KPI ഗ്രീൻ എനർജി എന്ന സ്റ്റോക്ക് തുടർച്ചയായി അപ് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൺസോൾഡേറ്റ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 900 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. 189 കോടിയിൽ നിന്നും സെയിൽസ് 348 കോടിയിലേക്ക് ഉയർത്തുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 33%-ൽ നിന്നും 38%-ലേക്ക് ഇംപ്രൂവ് ചെയ്യുകയും നെറ്റ് പ്രോഫിറ്റ് 33 കോടിയിൽ നിന്നും 66 കോടിയായി കമ്പനി ഉയർത്തുകയും ചെയ്തിരുന്നു. ROE 29%-വും ROCE 21.6%. പ്രൊമോട്ടേഴ്സിന് 53% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.6-ൽ നിന്നും 6%-ലേക്ക് ഉയർത്തി. പബ്ലിക്കിന് 40%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ്. കമ്പനിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 116%, പ്രോഫിറ്റ് ഗ്രോത്ത് 95%, ROE 35%-നടുത്ത്. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലെ ടെക്നിക്കൽ ലെവലുകളെക്കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 850 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. 850 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 750, 600 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് റീസെൻ്റ്ലി അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നതും മികച്ച രീതിയിൽ ടെക്നിക്കൽസ് കാണാൻ സാധിക്കുന്നതുമായ ചില സ്റ്റോക്കുകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കാൻ പോവുകയും സെപ്റ്റംബർ മാസത്തിന് ശേഷവും സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കാമെന്ന് ഫെഡ് ചെയർമാനായ ജെറോം പവൽ പറഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ ചില സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റോക്ക് ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡ്. ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡ് 509 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.71% ഇടിഞ്ഞു. ബോറോസിൽ റിന്യൂവബിളിനെ 490-നും 500-നും ഇടയിൽ അക്കുമുലേറ്റ് ചെയ്യാനാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 200-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന സപ്പോർട്ട് സോണിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കമ്പനിയുടെ RSI ബുള്ളിഷ് ഡൈവർജൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് 585 രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 585 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 475 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ്. അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് IT സെക്ടറിലെ സ്റ്റോക്കായ ബിർള സോഫ്റ്റ് ആണ്. ബിർള സോഫ്റ്റ് ഇന്ന് 4.6% ഉയർന്ന് 629 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27.79, ഡിവിഡൻഡ് ഈൽഡ് 1.03%, 52 വീക്ക് ഹൈ 861, 52 വീക്ക് ലോ 466, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്കിനെ 600-നും 620-നും ഇടയിൽ അക്കുമുലേറ്റ് ചെയ്യാനാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 660 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 590 രൂപയ്ക്കടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 590 സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിരുന്നു. 590-ൽ നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും സ്റ്റോക്ക് വീണ്ടും ബുള്ളിഷ് ട്രെൻഡിലേക്ക് നീങ്ങുകയും ചെയ്തു. RSIയും ബൈയിങ്ങിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 590 എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 630-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 660, 700 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ടെക്നിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ബോറോസിൽ റിന്യൂവബിൾ, ബിർള സോഫ്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്